എല്ലാം അങ്ങ് ഏറ്റെടുക്കാൻ ആവേശത്തോടെയാണ് ട്രംപ്. അവനവൻ്റെ രാജ്യം മെച്ചപ്പെടുത്തി ലോകത്തിന് സമാധാനമുണ്ടാക്കുക എന്നതിന് പകരം കാനഡയെ 51ാമതാക്കാനും ഗസയെ മനോഹരമായ പൂന്തോട്ടമാക്കി ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രമാക്കാനുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുക്കം. എന്നുവെച്ചാൽ എന്തൊരു ക്രെഡിബിലിറ്റിയുള്ള ലോക നേതാവാണെന്നറിയുമോ? പറയുന്നത് കേട്ടാൽ എല്ലാവരും അങ്ങ് വിശ്വസിച്ച് അങ്ങ് സന്തോഷം കൊണ്ട് വശമായി പുള്ളിയോടൊപ്പം ചേർന്ന് കളയും. ഏതായാലും ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നിർദ്ദേശം അപ്പാടെ തള്ളി സൗദി അറേബ്യ. ട്രംപിൻ്റെ അഭ്യാസങ്ങൾ കയ്യിലിരിക്കട്ടെ എന്നുള്ളതാണ് അറബ് ലോകത്തിൻ്റെയും കാഴ്ചപ്പാട്. എന്നാൽ നെതന്യാഹു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ചരിത്രപരമായ നിമിഷമാണെന്നും ചരിത്രം എങ്ങാണ്ട് കടലിലേക്ക് ഒഴുകാൻ പോകുന്നു എന്നുമൊക്കെയാണ് പുള്ളിയുടെ പ്രഖ്യാപനം. മച്ചമ്പിയുടെ രണ്ടാം വരവിലെ അഭ്യാസങ്ങൾ എല്ലാവരും ഒരു തമാശ പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ന് പരിഭ്രാന്തിയുള്ള മനുഷ്യർ അമേരിക്കക്കാരായ മനുഷ്യരാണ്. അവിടെ എല്ലാ രാജ്യങ്ങളെയും പോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ മേലെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പോലെ, മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പറയുന്നത് പോലെയാണ് ട്രംപിൻ്റെ ഈ രണ്ടാം വരവ്. വന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഏതെങ്കിലും രാജ്യങ്ങൾ ആ രാജ്യങ്ങളോട് തങ്ങളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകും വിധമല്ലെങ്കിൽ പിന്നെ നേരെ അമേരിക്കയുടെ സ്റ്റേറ്റുകളായി മാറുക. ഇപ്പോൾ 50 സ്റ്റേറ്റുകളുള്ള കൂട്ടത്തിൽ കാനഡ 51ാമത് സ്റ്റേറ്റായിട്ട് പുള്ളിക്ക് വേണം. ചെങ്കടൽ വേണം, പാനമ കനാൽ വേണം, പിന്നെ പുള്ളിക്ക് വേണ്ടാത്തതായി ഒന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നെതന്യാഹുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഭയങ്കര ചരിത്രപരമായ കൂടിക്കാഴ്ച എന്നാണ് നെതന്യാഹു പറയുന്നത്. അരം പ്ലസ് അരം സമം കിന്നരം എന്ന് പറയുന്നത് പോലെ ഇരുവരും കൂടി കൂടിക്കാഴ്ച നടത്തിയാൽ ലോകത്ത് എന്ത് സമാധാനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് പുതിയൊരു നിർദ്ദേശവുമായി വന്നത്. ആദ്യം പറഞ്ഞത് ഗസയൊക്കെ വൃത്തിയാക്കാനായി എല്ലാ ഫലസ്തീനികളെയും ജോർദാൻകാരും അതോടൊപ്പം തന്നെ ഈജിപ്തുകാരും ഏറ്റെടുക്കണമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല എന്ന് പറയുന്നത് പോലെ ഈ എല്ലാത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ലാതെയാണ് അവസാനം സന്ധിയിലേക്കും കരാറിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്. ഇനി അവിടുള്ളവരെയൊക്കെ അങ്ങ് മാറ്റി വൃത്തിയാക്കി മനോഹരമാക്കാനാണത്രേ ശ്രമം. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം. ഗസയെ ഏറ്റവും മനോഹരമായിട്ടുള്ള വളരെ സുന്ദര സുരഭിലമായ ഒരു പ്രദേശമാക്കി മാറ്റും. അവിടെ സുഖവാസ കേന്ദ്രമാക്കും, ടൂറിസം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. ലോകത്ത് എന്തോ ഒരു സന്തോഷം കൊണ്ടുവന്നിട്ടുള്ളൊരു രാജ്യമാണെന്നറിയാമോ അമേരിക്ക. വലിയ സന്തോഷം കൊണ്ടുവന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ സന്തോഷം കൊണ്ടുവന്നു. അവസാനം താലിബാൻകാരെ ഭരണമേൽപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഊഴത്തിൽ അവസാനം ട്രംപ് പോയത്. ഇനിയിപ്പോൾ ഫലസ്തീൻ വലിയ സുഖവാസ കേന്ദ്രമാക്കാൻ പോവുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ച് മനോഹരമായ സുഖവാസ കേന്ദ്രമാക്കുമത്രേ. പിന്നെ അതുകൂടാതെ വേണ്ടി വന്നാൽ അമേരിക്കൻ പട്ടാളത്തിനെ ഇറക്കും. അമേരിക്കൻ പട്ടാളം ഇറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ വിജയം നേടിയാണ് അവർ തിരിച്ചു പോയത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇറങ്ങിയിരുന്നു. ചരിത്രം ഒരുപാട് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഇന്ധനവും ബാക്കിയുള്ള സംഗതികളും അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ കറുപ്പും ധാതു സമ്പത്തും ഒക്കെ ലക്ഷ്യമാക്കി വന്ന് ഒന്നും നേടാനാവാതെ അവസാനം മടങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ ഉടൻ തന്നെ ആ സേനയും വേണമെങ്കിൽ അയച്ചു കളയും എന്നാണ് പറയുന്നത്. ഇത്തരമൊരു നിർദ്ദേശത്തിൽ സൗദി അറേബ്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും കാതോർത്തിരുന്നത്. കാരണം ട്രംപ് മച്ചമ്പിയുടെ വലിയ ഇഷ്ട തോഴനും പ്രിയ സുഹൃത്തുമൊക്കെയാണല്ലോ. ഏതായാലും അത് കയ്യിലിരിക്കട്ടെ എന്നും അങ്ങനെ ഫലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള യാതൊരു സംഗതികൾക്കും തയ്യാറല്ലെന്നും ഫലസ്തീനികളുടെ ആണെന്നും അതുകൊണ്ട് അത്തരമൊരു നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് സൗദി അറേബ്യ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇനി 51 കഴിഞ്ഞ് 52ാമത്തെ സംസ്ഥാനമാക്കി ചിലപ്പോൾ ഫലസ്തീനും ട്രംപ് മച്ചമ്പി മാറ്റിക്കളയും. കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ.